എല്ലാവർക്കും നമസ്കാരം. മുരുകഭഗവാന്റെ വിഗ്രഹത്തിന് 4 തരം വസ്തുക്കൾ മാത്രമാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ, പഞ്ചാമൃതം, ചന്ദനം, ഭസ്മം എന്നിവയാണ്. പനിനീർ മാർഗഴി മാസത്തിൽ മാത്രം അഭിഷേകത്തിന് ഉപയോഗിക്കപ്പെടുന്നു. ഇവയിൽ ചന്ദനവും പനിനീരും ഒഴികെ ബാക്കിയുള്ള ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ശിരസിൽ വെച്ചതിന് ശേഷം മാറ്റിവെക്കപ്പെടുന്നു. അതായത് മുടി മുതൽ പാദം വരെയുള്ള അഭിഷേകത്തിന് ചന്ദനവും പനിനീരും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ശിരസിലുള്ള ഭസ്മം സിദ്ധരുടെ നിർദ്ദേശപ്രകാരം ഭക്തർക്ക് പ്രസാദമായി നൽകപ്പെടുന്നു. വെളുപ്പിന് മുതൽ രാത്രി വരെ ദർശനം ചെയ്യുവാനായി സാധിക്കും. സന്ധ്യയ്ക്ക് ശേഷം തങ്കരഥം എഴുന്നള്ളിപ്പുമുണ്ട്. മുരുകഭഗവാന് ദിവസവും പാലും ചന്ദനവും മറ്റും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഈ വിഗ്രഹത്തിൻ്റെ ഒരു വലിയ രഹസ്യവും പ്രത്യേകതയുമാണ് ഈ നവപാഷാണ വിഗ്രഹത്തിന് വിയർക്കും എന്നുള്ളത്. അതുകൊണ്ട് രാത്രിയിലുള്ള വിഗ്രഹപൂജ സമയത്ത് ചന്ദനം പൂശുകയും വിഗ്രഹത്തിന് താഴെയായി ഒരു പാത്രം വയ്ക്കുകയും ചെയ്യും. പിറ്റേന്ന് അതിരാവിലെ വിഗ്രഹത്തിലുള്ള ചന്ദനം പച്ച നിറമായി മാറുകയും ചെയ്യും. കൂടാതെ വിഗ്രഹത്തിന് താഴെ വെച്ച പാത്രത്തിൽ തീർത്ഥം ലഭിക്കുന്നു. ഈ തീർത്ഥം കൗപീന തീർത്ഥം എന്ന് പറയപ്പെടുന്നു. അതുപോലെ വിഗ്രഹത്തിന് ചുറ്റും പ്രത്യേക ദിവ്യ സുഗന്ധം പരക്കുകയും ചെയ്യും. ആർക്കും അറിയാത്ത മറ്റൊരു രഹസ്യം ഇതാ. മൃഗഭഗവാന്റെ സമീപം ഇടതുവശത്തായിട്ട് ഒരു മരതക ശിവലിംഗവുമുണ്ട്. ആ വിഗ്രഹം കാണുവാനായി വലതുവശത്ത് ചെന്ന് ദീപം കാണിക്കുകയും വേണം. ദീപമില്ലാതെ ആ ഒരു ശിവലിംഗം കാണാൻ സാധിക്കില്ല. മരതക ലിംഗം 2 ക്ഷേത്രത്തിലുണ്ട്. ഒന്ന് മൃഗഭഗവാന്റെ വിഗ്രഹത്തിന് സമീപം, മറ്റൊന്ന് ഭോഗർ സമാധിയുടെയും അടുത്ത്. ശിവലിംഗം ഭോഗർ പൂജ ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. ഇത് ലോകത്തെവിടെയും കാണാൻ സാധിക്കാത്ത ഒരു അത്ഭുതമാണ്. പഴനിയിലുള്ള പെരിയ നായികി അമ്മൻ ക്ഷേത്രവും ഒരുപാട് വർഷപ്പഴക്കമുള്ള ക്ഷേത്രമാണ്. പഴനിയിലെ മുരുകക്ഷേത്രത്തിൽ 695 പടികൾ ഉണ്ട്. പടികൾക്കിടയിൽ ചെറിയ വിശ്രമ സ്ഥലങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലങ്ങളുമുണ്ട്. ഓരോ പടിയും ആത്മീയ പരീക്ഷയും പ്രാർത്ഥനയും പ്രതിഫലിപ്പിക്കുന്നു. പഴനിയിൽ മൃഗക്ഷേത്രത്തിൽ എത്തുവാനായി പടികൾ വഴിയോ റോഡ് വഴിയോ ട്രെയിൻ വഴിയോ എത്താനായി സാധിക്കും. മലകയറ്റം ഭക്തിയുടെ ആത്മീയ പരീക്ഷയും ധ്യാനവും പ്രാർത്ഥനയുടെ അവസരവുമാണ്. ഓരോ പടിയും ദൈവിക അനുഗ്രഹം ലഭിക്കാനുള്ള അവസരമായി കാണപ്പെടുന്നു. ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് ലഭിക്കുന്ന ഒരു മഹത്തായ അനുഭവമായി മാറുന്നു. കാലത്ത് 4 മണി മുതൽ ദണ്ഡായുധപാണി വേഷത്തിലുള്ള ഭഗവാന്റെ ദർശനത്തിനായി ഭക്തർ കാത്തു നിൽക്കും. പഴനി മുരുക ക്ഷേത്രത്തിൽ ദിവസവും 6 പൂജകൾ നടത്തുന്നു. കാലത്ത് അതിരാവിലെ 5:40 വിശ്വരൂപ ദർശനമാണ്. പിന്നീട് 6:05 വിരാട് പൂജയാണ് നടത്തുന്നത്. രാവിലെ 8 മണിക്ക് ചിരകാല സ്വാമി പൂജ നടത്തുന്നു. പിന്നീട് രാവിലെ 9 മണിക്ക് കാലസ്വാമി പൂജ നടത്തുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചകാല പൂജയാണ് നടത്തുന്നത്. വൈകിട്ട് 5:30 സായശാൽ പൂജയും രാത്രി 8 മണിക്ക് രാക്കാല പൂജയും നടത്തി നട അടയ്ക്കുകയും ചെയ്യുന്നു. അതിരാവിലെയുള്ള ദർശനത്തിനാണ് ഭക്തർ കൂട്ടൽ തിരക്കുണ്ടാക്കുക. കാരണം മുരുകപ്രതിഷ്ഠയുടെ പ്രത്യേകമായ കൗപീന തീർത്ഥം അതിരാവിലെയാണ് ലഭിക്കുക. ഈ തീർത്ഥം ലഭിക്കുന്നതിനായി ഭക്തർ കൂടുതൽ ആഗ്രഹിക്കും. കുടുംബത്തോടെ പഴനിമല കയറിയാൽ കുടുംബം മുഴുവൻ ഐശ്വര്യം ലഭിക്കുമെന്നാണ് ഭക്തരുടെ ഉറച്ച വിശ്വാസം. തൈപ്പൂസം ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി ഭക്തർ ആഘോഷിക്കുന്നത്. അമ്പലത്തിന് മുകളിൽ നിന്ന് പഴനി നഗരം മുഴുവനായി കാണാൻ സാധിക്കും. പഴനിമലയുടെ ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും ഹിഡുംബൻ എന്ന അസുരൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഒരിക്കൽ ഒരു അസുരനായിരുന്ന ഹിഡുംബൻ പിന്നീട് മുരുകഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനും ഭക്തർക്കുള്ള വഴികാട്ടിയുമായി മാറിയതാണ് ഈ കഥയുടെ പ്രത്യേകത. ഹിഡുംബൻ അഗസ്ത്യമുനിയുടെ ശിഷ്യനായിരുന്നു. ഗുരുനാഥൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അദ്ദേഹം വലിയ ശക്തിയും വൈരാഗ്യവും നേടിയിരുന്നു. ഒരു ദിവസം അഗസ്ത്യർ ഹിമാലയത്തിൽ നിന്ന് ദിവ്യ ശക്തി നിറഞ്ഞ 2 മലകൾ കൊണ്ടുവരാൻ ഹിഡുംബനോട് പറഞ്ഞു. ഹിഡുംബൻ അവയെ കാവടി രൂപത്തിൽ ചുമന്നു വന്നു. ഈ മലകൾ പിന്നീട് ശിവഗിരിയും ശക്തിഗിരിയുമായി അറിയപ്പെട്ടു. ഹിഡുംബൻ മലകളെ ചുമന്നു വരികയായിരുന്നപ്പോൾ വിശ്രമത്തിനായി അവയെ പഴനിമലയിൽ വെച്ചു. എന്നാൽ അവിടെ തന്നെ മൃഗഭഗവാൻ ധ്യാനത്തിലായിരുന്നു. ഹിഡുംബൻ മലകൾ തൻ്റെ ഉടമസ്ഥതയാണെന്ന് കരുതി മുരുകനെ തടഞ്ഞു. എന്നാൽ മുരുകഭഗവാൻ പറഞ്ഞു, ഈ മലകൾ ഭക്തർക്കും ലോകത്തിനും ഉള്ളതാണ്. നീ തടസ്സം സൃഷ്ടിക്കരുത്. ഇതുമൂലം ഇരുവരും ഏറ്റുമുട്ടി യുദ്ധം നടന്നു.
ദണ്ഡായുധപാണിയുടെ ദൈവിക ശക്തിക്ക് മുന്നിൽ ഹിഡുംബൻ കൊല്ലപ്പെട്ടു. എന്നാൽ അഗസ്ത്യ മഹർഷിയുടെ അപേക്ഷ പ്രകാരം മുരുകഭഗവാൻ ഹിഡുംബനെ വീണ്ടും ജീവിപ്പിച്ചു. പുതിയ ജീവിതം ലഭിച്ചതോടെ ഹിഡുംബൻ മുരുകന്റെ സത്യഭക്തനായി മാറി. ഹിഡുംബൻ സ്വാമിയോട് അപേക്ഷിച്ചു, പ്രഭു, ഞാനെന്നും അങ്ങയുടെ അടുത്ത ഭക്തർക്കൊപ്പം ഉണ്ടാകട്ടെ. ഭഗവാൻ മുരുകൻ അനുഗ്രഹിച്ചു. ഇനി മുതൽ കാവടി വഹിക്കുന്ന എല്ലാ ഭക്തർക്കും ആദ്യം നീ അനുഗ്രഹം നൽകണം. ഇന്നും പഴനി ക്ഷേത്രത്തിലെ കാവടി സമ്പ്രദായം ഹിഡുംബനെ സ്മരിപ്പിക്കുന്നതാണ്. ഭക്തർ മല കയറുമ്പോൾ ഹിഡുംബന്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഹിഡുംബൻ ഒരിക്കൽ ഭക്തരെ തടസ്സപ്പെടുത്തുന്നവനായിരുന്നു. പക്ഷേ പിന്നീട് ക്ഷേത്രത്തിന്റെ രക്ഷകനും ഭക്തരുടെ അനുഗ്രഹദാതാവുമായി മാറി. ഹിഡുംബന്റെ നാമമുള്ള മലയും പഴനി ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഹിഡുംബൻ മല എന്നാണ് പറയുന്നത്. പഴനി ദണ്ഡായുധപാണി സ്വാമിയുടെ കഥ ഭക്തിയുടെ മഹത്വവും വിനയത്തിന്റെ മഹിമയും നമ്മെ പഠിപ്പിക്കുന്നു. പവർ സിദ്ധർ നിർമ്മിച്ച നവപാഷാണ വിഗ്രഹവും ഹിഡുംബന്റെ ഭക്തിയിലേക്കുള്ള പരിവർത്തനവും ചേരരാജാവിന്റെ സമർപ്പണവും ചേർന്ന പഴനി ക്ഷേത്രം ഇന്ന് ലോകം മുഴുവൻ ഭക്തരെത്തുന്ന ആത്മീയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മല കയറുന്ന ഓരോ ഭക്തനും എല്ലാം മുരുകൻ എന്ന സത്യത്തെ ഹൃദയത്തിൽ നിറച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു. വെട്രിവേൽ മുരുകൻക്ക് ഹരോഹരം.